ഹായ് ഫ്രണ്ട്സ്, ഒന്നാം ക്ലാസ്സിലെ സൺഡേ കാറ്റിസം ആനുവൽ എക്സാമിൻ്റെ മുൻ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് കൃത്യമായ ആൻസർ കുട്ടികൾ പറയണം. ഒന്നാമത്തെ സെക്ഷൻ ഉത്തരം പറയുക, ഏതെങ്കിലും മൂന്നെണ്ണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദൈവത്തിൻ്റെ പുത്രൻ ആര്? ആൻസർ ഈശോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രാർത്ഥിക്കുവാനായി കുഞ്ഞുങ്ങളെ ഈശോയുടെ അടുക്കിൽ കൊണ്ടുവന്നത് ആര്? ആൻസർ അമ്മമാർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചിരുന്നത് എവിടെ? ആൻസർ നസ്രത്ത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം വസിക്കുന്ന ഭവനം ഏത്? ആൻസർ ദേവാലയം. രണ്ടാമത്തെ സെക്ഷൻ, ബ്രാക്കറ്റിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ആൻസർ പറഞ്ഞാൽ മതിയായിരിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏത്? ബ്രാക്കറ്റിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, കരുണയുടെ ജപം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? ആൻസർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയെപ്പോലെ പാവങ്ങളെ സ്നേഹിച്ച കൽക്കട്ടയിലെ വിശുദ്ധയാര്? ബ്രാക്കറ്റിൽ വിശുദ്ധ ക്ലാര, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ മദർ തെരേസ എന്നിവ തന്നിട്ടുണ്ട്. ആൻസർ ഏതാണ്? വിശുദ്ധ മദർ തെരേസ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞു ജെർമെയിൻ ജനിച്ച ഗ്രാമം ഏത്? ബ്രാക്കറ്റിൽ റോമ, പിബ്രാക്ക്, ജെറുസലേം എന്നിവ തന്നിട്ടുണ്ട്. ആൻസർ ഏതാണ്? പിബ്രാക്ക്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ആര്? ബ്രാക്കറ്റിൽ ഈശോ, മാതാപിതാക്കൾ, വിശുദ്ധർ എന്നിവ തന്നിട്ടുണ്ട്. ആൻസർ ഈശോ. മൂന്നാമത്തെ സെക്ഷൻ, ചെറുവാചകത്തിൽ ഉത്തരം പറയുക, ഏതെങ്കിലും മൂന്നെണ്ണം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ എങ്ങനെയാണ് നസ്രത്തിലെ വീട്ടിൽ വളർന്നത്? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 41 കൊടുത്തിട്ടുണ്ട്. ബാലനായ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചും ജോലികളിൽ അവരെ സഹായിച്ചും ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ളവനായി വളർന്നു വന്നു. പത്താമത്തെ ക്വസ്റ്റ്യൻ, ശിഷ്യരുടെ പാദങ്ങൾ കഴുകി സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക നൽകിയ ഈശോ നമ്മോട് പറയുന്നത് എന്ത്? ടെക്സ്റ്റ് പുസ്തകത്തിൽ 57-ാമത്തെ പേജിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ എപ്പോഴെല്ലാമാണ് പ്രധാനമായും പ്രാർത്ഥിച്ചിരുന്നത്? ഏതെങ്കിലും മൂന്നെണ്ണം പറയുക. ടെക്സ്റ്റ് ബുക്കിൽ 62-ാമത്തെ പേജിൽ ആൻസർ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ദേവാലയത്തിൽ പോയി ഈശോ പ്രാർത്ഥിച്ചു, മലമുകളിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, വിജന പ്രദേശത്ത് ആയിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു, അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചു, വേദനയുണ്ടായപ്പോൾ പ്രാർത്ഥിച്ചു, കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഏതെങ്കിലും മൂന്നെണ്ണം പറഞ്ഞാൽ മതി ഇതിൽ. 12ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കറിയാവുന്ന 5 വിശുദ്ധരുടെ പേര് പറയുക. വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ അൽഫോൺസ തുടങ്ങിയ വിശുദ്ധരുടെ പേര് പറയാട്ടോ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പാട്ട് പാടാനാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം.